ഒരു രാത്രി ഞാൻ വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവിനോട് സ്തോത്രം, എനിക്ക് സ്നാനപ്പെടണം എന്നുള്ളൊരു തോന്നല് രാത്രിയിൽ വചനം വായിച്ചപ്പോൾ ദൈവാത്മാവിനോട് സംസാരിച്ചു, ഇനി സ്നാനപ്പെടണം എന്നുള്ളത്. സ്തോത്രം, ഹല്ലേലൂയ. അന്ന് രാത്രിയിൽ എൻ്റെ പപ്പാടെ അനിയനോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഇന്ന് രാത്രി എനിക്ക് സ്നാനപ്പെടണം. പുള്ളി പറഞ്ഞു, ഇന്ന് രാത്രിയിൽ എവിടെ സ്നാനപ്പെടുത്താൻ പറ്റുക, എനിക്ക് നാളെ ഒരു ദിവസം ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞല്ല, ഇന്ന് രാത്രി കർത്താവ് വന്നാൽ ഞാൻ പോകത്തില്ല, അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ സ്നാനപ്പെടണം. അന്ന് രാത്രി പുള്ളി കോട്ടയത്ത് വിളിച്ചു. അങ്ങനെ പിറ്റേ ദിവസം അടുത്ത ദിവസം ഒരു സ്ഥലത്ത് സ്നാനം ഉണ്ടെന്ന് അറിയാനിടയായി തീർന്നു. അങ്ങനെ അവിടെ പോയി സ്നാനപ്പെടുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. ഭവനത്തിലേകനായി ഞാൻ ഇറങ്ങി തിരിച്ചുവെങ്കിലും അതിനുശേഷം എൻ്റെ മാതാവും എൻ്റെ ഇളയ സിസ്റ്ററും എൻ്റെ പിതാവ് മൂത്ത സിസ്റ്ററും എല്ലാം ഈ കൃപയിലേക്ക് വരുവാൻ ദൈവത്തെയാക്കി. സ്തോത്രം. അതിനുശേഷം ഈ ദേശത്തേക്ക് കടന്നു വരുവാനും ഇവിടെ ആയിരുന്നപ്പോഴൊക്കെ എവിടെയായിരുന്നാലും ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കും. ഏത് ദിവസം വന്നാലും എന്റെ തലയെ കവിച്ചത് ശൗലുണ്ടോ പ്രവാചകഗണത്തിൽ, ഒരേ ഒരു ക്വസ്റ്റ്യനാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. പലപ്പോഴും ഈ കൃപയുടെ പുതപ്പറ്റി വീണ്ടിട്ട് ഞാൻ മാറി പിന്നീട് എന്ന് മാറിപ്പോകാനിടയായി. സ്തോത്രം. എങ്കിലും ഇവിടെ ഉള്ള ഒരു ഗോസ്പൽ സിംഗേഴ്സ് എന്ന് പറയുന്ന ഒരു സംഗീത ശുശ്രൂഷയിൽ കഴിഞ്ഞ നാളുകളിൽ പാട്ടോടുകൂടി ദൈവത്തെ ആരാധിക്കുന്നതിനൊക്കെ മുൻപിൽ നിൽപ്പാനൊക്കെ ദൈവത്തെയാക്കി. സ്തോത്രം. ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവസഭ സ്റ്റാർട്ട് ചെയ്യുവാനും ഇത്രത്തോളം ദൈവം എന്നെ ഇവിടം വരെ കൊണ്ടുവന്നു. സ്തോത്രം. ദൈവമക്കൾ, ഞങ്ങൾ ഇവിടുത്തെ മിനിസ്ട്രി ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം. നമുക്ക് ഇന്ന് രാത്രികാലം ദൈവജനത്തിലേക്ക് തിരിക്കാം. സ്തോത്രം. അതിനാധാരമായി യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായം 40 വാക്യം. യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായം 40. യേശു അവളോട് വായിച്ചു. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അവർ കല്ല് നീക്കി. മതി. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. സ്തോത്രം. ക്രിസ്തീയ ജീവിതത്തിന്റെ ബേസ് എന്ന് പറയുന്നത് വിശ്വാസമാണ്. ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം. വിശ്വാസമില്ലാതെ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും അതിന് മറുപടി ലഭിക്കത്തില്ല. സ്തോത്രം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ പുറത്താണ്. ആമേൻ. സ്തോത്രം. ഇവിടെ യേശു ഇങ്ങനെ പറയുണ്ടായി. സ്തോത്രം. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. സ്തോത്രം. നമ്മുടെയും ജീവിതത്തിൽ ദൈവ മഹത്വം വെളിപ്പെടണമെങ്കിൽ നമ്മൾ വിശ്വസിക്കണം. സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കണം, ദൈവത്തിന്റെ പ്രവൃത്തിയിൽ വിശ്വസിക്കണം, യേശുവിൽ വിശ്വസിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവ വചനത്തിൽ വിശ്വസിക്കണം. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായം. സ്തോത്രം. ആമേൻ. അവിടെ ഫോക്കസ് ചെയ്തേക്കുന്നത് ലാസർ എന്നുള്ള വ്യക്തിയെ കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പലപ്പോഴും ഞാൻ ലാസറിനെ കുറിച്ച് സ്തോത്രം ഞാൻ വചനം ശുശ്രൂഷിക്കുമ്പോൾ ഹല്ലേലൂയ പെട്ടെന്ന് എന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഭവം ഇതിനകത്ത് കിടപ്പുണ്ട്. ഹല്ലേലൂയ. അത് നിങ്ങളോട് സാക്ഷ്യം Praise the Lord.
സ്തോത്രം. സ്തോത്രം. എന്താണെന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. കേൾക്കാമോ? ഓക്കെ ഓക്കെ ഓക്കെ. എനിക്കറിയാൻ പറ്റില്ല. ഇന്നൊരു ദൈവപ്രവൃത്തി നടക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഈ തടസ്സങ്ങളൊക്കെ വരുന്ന ദൈവത്തിന്റെ പ്രവൃത്തി മുമ്പിലുള്ളതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. എന്റെ സാക്ഷ്യം ഞാൻ നിങ്ങളോട് പറയാം. ഈ ലാസ്റ്റോടുള്ള ബന്ധത്തില് സ്തോത്രം. ഞാൻ എല്ലാ സൺഡേയിലും എന്റെ ഭവനത്തിൽ വന്നാണ്. എന്റെ വൈഫിന് സൺഡേ ഓഫാ. അന്ന് ഇവിടെ ഫ്രൈഡേ ആണ് എല്ലാവർക്കും ഓഫ്. എന്നാൽ എന്റെ വൈഫിന് സൺഡേ ഓഫ്. എല്ലാ സൺഡേയിലും ഞാൻ ഭവനത്തിൽ വന്നാണ് ഫുഡ് കഴിക്കാറുള്ളത്. സ്തോത്രം. അങ്ങനെ ഞാൻ ഭവനത്തിലേക്ക് വരുന്ന സമയത്ത് വളരെ സ്പീഡിലാണ് ഞാൻ വരുന്നത്. സ്തോത്രം. വളരെ സ്പീഡിൽ വരുമ്പോൾ എന്റെ വാഹനത്തിന്റെ ഫ്രണ്ടിലേക്ക് ഒരു വ്യക്തി പെട്ടെന്ന് ചാടി. ഒരു മിസ്രിയാണ്. മിസ്രി എന്ന് വെച്ചാൽ ഈജിപ്ഷ്യൻ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അദ്ദേഹത്തെ കണ്ടില്ല. സ്തോത്രം. ആ വ്യക്തി പെട്ടെന്ന് എന്റെ വാഹനത്തിന്റെ ഫ്രണ്ടിലോട്ട് ചാടുകയും സ്തോത്രം. എന്റെ വാഹനം അദ്ദേഹം ഇടിച്ചു തെറിപ്പാനിടയായി. സ്തോത്രം. ദൈവമക്കളെ, ഞാൻ വളരെ സ്പീഡിലാണ് വന്നത്. സ്തോത്രം. എന്റെ വാഹനം കുറെ ദൂരെ ചെന്നാൽ ഞാൻ നിർത്തി. ഇടിച്ചതിന് ശേഷമാണ് എന്റെ വാഹനം ഞാൻ നിർത്തുവാനിടയായി തീർന്നത്. സ്തോത്രം. ഞാൻ ഉടനെ തന്നെ ഓടി വന്നു. ആ റോഡിൽ സ്തോത്രം മുട്ടുമൊത്തി അവിടെ മുട്ടി. ആ വ്യക്തി അവിടെ കിടക്കുകയാണ്. തല മുഴുവനും ബ്ലഡ്. ഞാൻ മുട്ടുകുത്തിയിട്ട് എന്റെ കരയുടെ നെഞ്ചത്തോട് ഇങ്ങനെ വെച്ചിട്ട് കർത്താവേ, ഇവന് സ്തോത്രം, ഇവൻ മരിച്ചു പോയെങ്കിൽ ഇവന്റെ ജീവൻ ഇപ്പോൾ മടക്കി കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ദൈവമക്കളെ, ആ നട്ടുച്ച വെയിലത്ത് ഹല്ലേലൂയ, ഞാൻ എന്റെ ഹൃദയം പൊട്ടിയാണ് ഞാൻ ദൈവത്തോട് നിലവിളിച്ചത്. ദൈവമേ, ഇവൻ മരിച്ചു പോയെങ്കിലും സ്തോത്രം, ഇവന്റെ ജീവനെ മടക്കി കൊടുക്കണമേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. സ്തോത്രം. അതിനുശേഷം എന്റെ പാസ്റ്ററേയും എന്റെ ഫ്രണ്ട്സിനെ എല്ലാം വിളിച്ചു പറയാനിടയായി. ദൈവമക്കളെ, ഇവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഒരു വ്യക്തി മരിച്ചു പോയാൽ ഹല്ലേലൂയ 1,50,000 ദിർഹംസ് സ്തോത്രം ഇവിടെ ഫൈൻ കെട്ടണം. സ്തോത്രം. ഏകദേശം നാട്ടിലെ ഒരു 40 ലക്ഷം രൂപയോളം ഫൈൻ വരും. പ്രൈസ് ദി ലോർഡ്. ദൈവമേ സ്തോത്രം. അതുമല്ല, കേസ് തീരുന്നിടം വരെ നമ്മള് സ്തോത്രം ജയിലിൽ കിടക്കേണ്ട അവസ്ഥയുണ്ടാകും. ഹല്ലേലൂയ. സ്തോത്രം. ഉടനെ തന്നെ ആംബുലൻസ് വന്നു. ഇദ്ദേഹത്തെ എടുത്തുകൊണ്ട് പോയി. എന്നെ പോലീസ് കൊണ്ടുപോയി ജയിലിൽ കൊണ്ടാക്കി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോൾ ഹല്ലേലൂയ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അവർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. സ്തോത്രം. ഈ പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് എന്നെ ഭവനത്തിൽ എത്തിക്കണമെന്ന്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവമക്കളെ, ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. എനിക്ക് പെട്ടെന്ന് ഭവനത്തിൽ വരാനുള്ള ക്രമീകരണം, ഞാൻ വളരെ ഷോർട്ടായിട്ടാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്നത്. എനിക്ക് ഭവനത്തിൽ വരുവാനുള്ള ക്രമീകരണം ദൈവം ഒരുക്കി തന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഈ ലാസറിനോടുള്ള ബന്ധത്തിൽ സ്വന്തം ഞാൻ ശുശ്രൂഷിക്കുമ്പോഴൊക്കെ ഈ ഒരു സംഭവം എന്നെ ദൈവാത്മാവ് ഓർപ്പിക്കും. ഹല്ലേലൂയ. ഞാൻ ഇന്നും വിശ്വസിക്കുകയാണ്, ആ വ്യക്തിക്ക് ദൈവമാ ജീവൻ കൊടുത്തത്. ഹല്ലേലൂയ. സ്തോത്രം. നീ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ സ്തോത്രം, ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കും. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിച്ചതുപോലെ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. Hallelujah. Stottam. Hallelujah. If you can believe, hallelujah. So you will see the glory of, hallelujah. ദൈവത്തിന്റെ മഹത്വം നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ വിശ്വസിക്കണം. Praise the Lord. Amen. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം ഹല്ലേലൂയ 11-ാം അധ്യായത്തിൽ നമ്മൾ ലാസറിനെ കാണുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. സ്തോത്രം. 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാരെങ്കിലും. മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബഥാനിയയിലെ ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബഥാനിയയിലെ ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഒന്നാമത് നമ്മൾ കാണുന്നത് ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പ്രയോറിറ്റി പ്രോബ്ലം. സ്തോത്രം. ഇവിടെ സ്തോത്രം മാർത്തയുടെയും മറിയയുടെയും ഗ്രാമമായ ബഥാനിയ. സ്തോത്രം. അവിടെ ലാസറിന് സ്തോത്രം ഒരു വിലയും കാണുന്നില്ല. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. ലാസർ മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബഥാന്യ.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ദൈവമക്കളെ, ആമേൻ, സ്തോത്രം. ഈ ഒരു ലാസർ, ആമേൻ, സ്തോത്രം, ദൈവനാമം മഹത്വത്തിന് വേണ്ടി ദൈവം ഉപയോഗിച്ച ഒരു വ്യക്തിയാണ് ലാസർ. എന്നാൽ ആമേൻ, സ്തോത്രം, ബെഥാനിയ എന്ന ഗ്രാമത്തിൽ മാർത്തയുടെയും മറിയയുടെയും ഗ്രാമം എന്നാണ് ആ ഗ്രാമം അറിയപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ബെഥാനിയ എന്ന വാക്കിന്റെ അർത്ഥം, ഹല്ലേലൂയ, സ്തോത്രം, കഷ്ടതയുടെ വീടെന്നാണ്. സ്തോത്രം, ഹല്ലേലൂയ, ഹൗസ് ഓഫ് അഫ്ലിക്ഷൻ, ഹല്ലേലൂയ. കഷ്ടതയുടെ ഭവനമായ ഈ ബെഥാനിയിൽ, ആമേൻ, സ്തോത്രം, മാർത്തയുടെയും മറിയയുടെയും സഹോദരനായ ആമേൻ ലാസർ ദീനമായി കിടക്കുന്നു. സ്തോത്രം, സ്തോത്രം. അവിടെ ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, ഇവിടെ ഒരു മൂന്നാമനായി കാണുന്ന ഒരു ലാസർ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആ ദേശത്തിന്റെ അഡ്രസ് പോലും അറിയപ്പെടുന്നത്, ഹല്ലേലൂയ, ആമേൻ, മാർത്തയുടെയും മറിയയുടെയും ബെഥാനിയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, സ്തോത്രം, ആമേൻ. ദൈവനാമം മഹത്വപ്പെടേണ്ട ഒരു വ്യക്തി ആണ് പ്രധാനപ്പെട്ട ആൾ എങ്കിലും ആ ഗ്രാമം അറിയപ്പെടുന്നത് ബെഥാനിയ എന്ന ഗ്രാമം അറിയപ്പെടുന്നത് മാർത്തയുടെയും മറിയയുടെയും ഗ്രാമം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇന്ന് പലപ്പോഴും നമ്മുടെയും ജീവിതത്തിൽ, ഹല്ലേലൂയ, ആമേൻ, നമ്മൾ അറിയപ്പെടേണ്ട വ്യക്തിയാണെങ്കിലും ആമേൻ പലരുടെ പേരിലായിരിക്കാം ആമേൻ, സ്വന്തം ദേശം അറിയപ്പെടുന്നത്. സ്വന്തം എന്നാൽ ഒരു വ്യക്തിയിൽ ദൈവനാമം മഹത്വപ്പെടുമ്പോൾ ആ ദേശത്തിന്റെ പേര് തന്നെ മാറും. പ്രൈസ് ദി ലോർഡ്. ആ വ്യക്തിയുടെ പേരിൽ ആമേൻ ആ ദേശം അറിയപ്പെടുവാൻ ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. മൂന്നാമത് നമ്മൾ കാണുന്നത്, ആമേൻ, സ്തോത്രം, അവനൊരു വലിയൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. സ്തോത്രം, അവൻ രോഗിയായിരുന്നു. ആമേൻ, ലാസർ എന്ന വ്യക്തി ആമേൻ രോഗിയാണ്. അവന്റെ കുറവുകളാണ് അവിടെ നമ്മൾ കാണുവാനിടയാക്കിയിരുന്നത്. 11-ാം അധ്യായം എന്ന് പറയുന്നത് ലാസറിന്റെ ജീവിതത്തിൽ ആമേൻ അവന്റെ എന്തൊക്കെ കുറവുകളുണ്ടോ, ആമേൻ, സ്വത്തം, അതൊക്കെ ഇവിടെ എടുത്തു കാണിക്കും. ഒന്ന്, ആമേൻ, അഡ്രസ് ഇല്ലാത്ത ഒരു ലാസർ. 2 എന്ന് പറയുന്നത് സ്വത്തം, അന്യതാബോധം, ആരുമില്ലാത്തവനായി സ്വത്തം, സഹോദരിമാരുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു ഗ്രാമം. ആമേൻ, അന്യനായി നിൽക്കുന്ന ആമേൻ ഒരു വ്യക്തി. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, 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 ഹല്ലേലൂയ. മൂന്നാമത് നമ്മൾ അവിടെ കാണുന്ന ലാസർ രോഗിയായ ലാസർ. 11:1 ഇങ്ങനെ കാണുന്നവൻ ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടക്കുന്നവനായിരുന്നു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. 4-മത് നമ്മൾ കാണുന്നത് ഈ അധ്യായത്തിൽ തന്നെ ആമേൻ ലാസർ മരിച്ചവനായിരുന്നു. യെസ്, മരിച്ച ലാസർ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. 5-മത് ആമേൻ, സ്തോത്രം, നമ്മളവിടെ കാണുന്നത്, ഹല്ലേലൂയ, നാറ്റം വെച്ച ലാസർ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. 6-മത് നമ്മൾ കാണുന്ന കല്ലറയിൽ അടക്കപ്പെട്ട ലാസർ. ദൈവമേ, സ്തോത്രം. ഈ 11-ാം അധ്യായം നമ്മൾ താഴോട്ട് ഇങ്ങനെ വായിച്ചു വരുമ്പോൾ ഈ പ്രത്യേകതകളൊക്കെയാണ് നമുക്ക് ലാസറിനെ കുറിച്ച് കാണുന്നത്. സ്തോത്രം. ദൈവമക്കളെ, ആമേൻ, സ്തോത്രം. യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആമേൻ ഒരു കുടുംബമായിരുന്നു മാർത്തയും മറിയയും ലാസറിന്റെയും കുടുംബം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു എപ്പം വന്നാലും വിശ്രമിക്കുന്ന ഒരു ഭവനമായിരുന്നു ലാസറിന്റെ ആമേൻ ലാസറിന്റെയും മാർത്തയുടെയും ഭവനം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമക്കളെ, നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കും, നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. ഹല്ലേലൂയ, ആമേൻ, നമ്മുടെ വീട്ടിൽ എന്നും പ്രാർത്ഥനയുണ്ട്, യേശു എന്നും കടന്നു വരാറുണ്ട്. ഹല്ലേലൂയ, ആമേൻ, കർത്താവിനെ അറിഞ്ഞ കുടുംബമാണ്. ഹല്ലേലൂയ. എങ്കിലും ഹല്ലേലൂയ, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ആമേൻ ഈ ലാസറിനെ പോലുള്ള അവസ്ഥകൾ ആമേൻ, സ്തോത്രം, കടന്നു വരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ പലരുടെ ജീവിതത്തിലും ആമേൻ ഇങ്ങനെയുള്ള അവസ്ഥകൾ വന്നിട്ടില്ല. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. സ്തോത്രം. എന്നും ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആരാധിക്കുന്നവനാണ്, എന്നും വചനം വായിക്കുന്നതാണ്. ആമേൻ, എന്തുകൊണ്ട് ദീനം എൻ്റെ ഭവനത്തിൽ കടന്നു വന്നു? പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് മരണം എൻ്റെ ഭവനത്തിൽ കടന്നു വന്നു? ആമേൻ, പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ദൈവമക്കളെ, സ്തോത്രം, ഈ കടന്നു വന്ന രോഗവും ഈ കടന്നു വന്ന അവസ്ഥ, ലാസറിന്റെ അവസ്ഥ എന്നൊക്കെ പറയുന്നത്, ഹല്ലേലൂയ, അവന്റെ ജീവിതത്തിൽ ദൈവനാമം മഹത്വപ്പെടുന്നതിന് വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാൻ നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതികൂലങ്ങളെ ആമേൻ, സ്തോത്രം, നീ വിശ്വാസത്തോടെ ഏറ്റെടുത്തോട് പറയണം. ഹല്ലേലൂയ, ഞാൻ ഇന്ന് വിശ്വസിക്കുകയാണ് കർത്താവേ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ ഈ അനുഭവിക്കുന്ന കഷ്ടത, ഞാൻ അനുഭവിക്കുന്ന വേദന, ഞാൻ കടന്നു പോകുന്ന ഈ രോഗം, ആമേൻ, സ്തോത്രം, ഞാൻ അനുഭവിക്കുന്ന ഈ നിന്ദത, ആമേൻ, കർത്താവേ, എന്നിൽ കൂടി നിന്റെ നാമം മഹത്വപ്പെടേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ,
ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. ഇവിടെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, യേശുവിന്റെ അടുക്കിലേക്ക് ഹല്ലേലൂയ ആളെ പറഞ്ഞു വിട്ടു. ഹല്ലേലൂയ ആമേൻ. മാർത്തയുടെയും മറിയുടെയും സഹോദരൻ ആമേൻ ലാസർ മരിപ്പാറായി കിടക്കുന്നു. ഹല്ലേലൂയ രോഗിയായി കിടക്കുന്നു. ഹല്ലേലൂയ മരിച്ചു പോകത്തക്ക രോഗമായിരുന്നു അവൻ അവൻ അനുഭവിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ സ്തോത്രം ഇത് കേട്ടിട്ടും ഹല്ലേലൂയ യേശു 2 നാൾ കൂടെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ കടന്നു പോകാതെ അവിടെ പോകാതെ ആമേൻ ആയിരിക്കുന്ന ഇടത്ത് തന്നെ നിൽപ്പാൻ ഇടയായിത്തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, യേശു പോയ കൂട്ടത്തിൽ യേശുവിന്റെ ശിഷ്യന്മാരും അവരുടെ കൂടെ ഈ മാർത്തയുടെയും മറിയുടെയും ലാസറിന്റെയും ഭവനത്തിൽ പോയിട്ടുള്ളതാണ്. ആമേൻ. സ്വത്ത് അവർക്കറിയാം. അവർ ആളയച്ച് അവളെ ആദ്യം പറഞ്ഞത് യേശുവിന്റെ അടുത്താ. ആമേൻ. സ്വത്തമെങ്കിലും യേശു പോയില്ല. ഹല്ലേലൂയ. യേശു പോകാത്തതിന് പിന്നിൽ ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. തൻ്റെ ശിഷ്യന്മാരെ ആമേൻ ചിലതൊക്കെ പഠിപ്പിക്കണമായിരുന്നു. ഹല്ലേലൂയ. എന്താണ് വിശ്വാസം, എന്താണ് ദൈവിക ശുശ്രൂഷ എന്താണെന്ന് പഠിപ്പിച്ചെടുക്കേണ്ടതായ ചില ചുമതലകളുടെ യേശുവിന്റെ മേൽ കിടപ്പുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. ഈ സന്ദർഭത്തിൽ തന്നെ ആമേൻ ആമേൻ ലാസറിന്റെ മരണം കഴിഞ്ഞു പോയി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യേശു കടന്നു ചെന്നത് എപ്പോഴാ? ആമേൻ. 4 ദിവസം കഴിഞ്ഞു. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരുപക്ഷെ നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ ആമേൻ അനേക വിഷയങ്ങളുടെ മേൽ നീ കരയുന്നുണ്ടായിരിക്കും. ഇപ്പോൾ അനേക വിഷയങ്ങളുടെ മേൽ ഞെരുങ്ങുന്നുണ്ടായിരിക്കും. ഹല്ലേലൂയ. ആരെന്നെ സഹായിക്കും? ആരെന്റെ ഭവനത്തിൽ വന്ന് പ്രാർത്ഥിക്കും? ആരെനിക്ക് വേണ്ടി ആമേൻ ഈ കല്ലുരുട്ടി മാറ്റുമെന്ന് ആമേൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇന്ന് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൽ ഒരു നിമിഷം മതി നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ. ദൈവമക്കളെ സ്തോത്രം. ജീവിതത്തിൽ കടന്നു വരുന്ന ആമേൻ ഡിലേസ് ഒന്നും ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ നിന്നെ വേദനിപ്പിക്കാനല്ല, നിന്നെ ആമേൻ ഒറ്റപ്പെടുത്താനല്ല, നിന്നെ മാറ്റി നിർത്താനല്ല. അത് നിന്റെ ജീവിതത്തിലെ ദൈവനാമം മഹത്വപ്പെടേണ്ടതിന് വേണ്ടിയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പല കാര്യങ്ങൾ ഹല്ലേലൂയ ക്രിസ്ത്യന് നല്ലവണ്ണം അറിയാം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവമക്കളെ പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിലും പല വിഷയങ്ങൾ ആമേൻ പല വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. കർത്താവേ എന്തുകൊണ്ട് ഇങ്ങനെ ഡിലേ ആകുന്നു, എന്തുകൊണ്ട് ഡിലേ ആവുന്നു ആമേൻ സ്തോത്രം എന്ന് ഞങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ദൈവമക്കളെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിനൊരു സമയമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സമയമാവുമ്പോൾ ദൈവം അത് നല്ലതായിട്ടെല്ലാം ചെയ്യും. ആമേൻ. സ്തോത്രം. ഈ 11-ാം അധ്യായം മൊത്തം നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ ലാസർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും അവസാനം ആമേൻ ഹല്ലേലൂയ ഒരു വ്യക്തി മരിച്ചതിന് ശേഷം 4 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ ആമേൻ ഒരു മനുഷ്യനും അടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയായിത്തീർന്നേക്കാം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ ജീവിതത്തിൽ കഷ്ടതകൾ കടന്നു വരുമ്പോൾ, നിന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ, നിന്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ നിന്റെ കയ്യിൽ ആമേൻ നന്മയില്ലാതിരിക്കുമ്പോൾ ഹല്ലേലൂയ ആമേൻ അറിയാവുന്നവർ പോലും നിന്നെ ആമേൻ അറിയാത്തവരെ പോലെ മാറിപ്പോകുന്ന അവസ്ഥ നിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കാം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അവനെ ചെന്ന് കണ്ടാൽ അവൻ എന്തെങ്കിലും കൊടുക്കണം, അവൻ എന്തെങ്കിലും ചെയ്തു കൊടുക്കണം, അവൻ ആമേൻ സ്തോത്രം എന്നുള്ള ചിന്ത ഉള്ളത് കൊണ്ട് ആമേൻ നമ്മിൽ നിന്നും അകന്നു പോകുന്നവരുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവമക്കളെ സ്തോത്രം. എന്റെയും ജീവിതത്തിൽ ഞാൻ പലപ്പോഴും ആമേൻ അങ്ങനെ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ള, എന്നാൽ സ്തോത്രം ഹല്ലേലൂയ ജീവനുള്ള ദൈവമാണ് നമ്മൾ വിളിക്കുന്ന ദൈവം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. പല വിഷയങ്ങളുടെ മധ്യേ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഒത്തിരി താമസിച്ചു പോയെന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ സ്തോത്രം ദൈവമക്കളെ ദൈവത്തിനൊന്നും താമസിച്ചു പോയിട്ടില്ല. ആമേൻ. നമ്മൾ വിശ്വസിച്ചാൽ മാത്രം മതി. ഹല്ലേലൂയ. വാഗ്ദത്തം നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഹല്ലേലൂയ. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ദൈവം ഭോഷ്ക് പറയുന്ന ദൈവമല്ല. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ആമേൻ സ്തോത്രം ഉവ്വെന്ന് പറഞ്ഞാൽ ഉവ്വെന്ന് പറയുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ നിന്നോടൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ നിറവേറും. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. സ്തോത്രം. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിൽ ആമേൻ കാണുന്ന ലാസറിനെ അല്ല നമ്മൾ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. ഞാൻ അതിന്റെ ആദ്യം സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം അതിന്റെ 33 ഒന്ന് വായിച്ചു. അല്ല 32 ഒന്ന്.
യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി അവനെ കണ്ടിട്ട് അവന്റെ കാൽക്കൽ വീണു. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അവൾ കരയുന്നതും അവളുടെ കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി. ആമേൻ. സ്വന്തം ദൈവമക്കളെ ഇവിടെ നോക്കി. ആമേൻ. സ്വന്തം ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വന്തം. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ല എന്ന് പറഞ്ഞു. അവിടെ പരാതി പറയുകയാണ്. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആമേൻ സ്വന്തം എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ദൈവമക്കളെ, പലപ്പോഴും ഞാനും നിങ്ങളും എല്ലാം പരാതി പറയുന്നവരാ. കർത്താവേ, എന്തുകൊണ്ട് ഹല്ലേലൂയ എന്നുള്ളൊരു ചോദ്യം. ആമേൻ സ്വന്തം. എന്നാൽ ആമേൻ അവിടെ താഴോട്ട് വായിക്കുമ്പോൾ ഹല്ലേലൂയ, യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി. സ്വന്തം ദൈവമക്കളെ, സ്വന്തം നമ്മുടെ കർത്താവ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളം അറിയുന്ന കർത്താവാണ്. നിന്റെ ഹൃദയം ഒന്ന് തേങ്ങുമ്പോൾ, നീ ഒന്ന് വേദനിക്കുമ്പോൾ, നീ ഒന്ന് ഞരങ്ങുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം. ആമേൻ നമ്മളെ കണ്ടിട്ടും കാണാതെ പോകുന്ന ദൈവമല്ല. സ്തോത്രം. ആമേൻ ഇതിന്റെ എൻഡ് റിസൾട്ട് എന്താന്ന് കർത്താവിന് അറിയാം. ആമേൻ. എന്നിട്ടും കർത്താവിന് അറിയാം ലാസ്റ്റ് ഉയർക്കുമെന്ന് കർത്താവിന് അറിയാം. ആമേൻ. എന്നാൽ യേശു ആൽഫയും ഒമേഗയുമാണ്. അവനറിയാം അവന്റെ അവസാനം എന്താണെന്ന്. ഹല്ലേലൂയ സ്വന്തം. ഹല്ലേലൂയ. എന്നിട്ടും യേശുവിന്റെ ഉള്ളം കലങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, യേശു കണ്ണുനീർ വാർപ്പാനിടയായി തീർന്നു. നീ കരയുന്ന വിഷയങ്ങളുടെ മേൽ, നീ ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ മേൽ നിന്റെ ഉള്ളം കലങ്ങുമ്പോൾ ഹല്ലേലൂയ ആമേൻ നിന്നോട് ചേർന്ന് കരയുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ വിളിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. അതിന്റെ ആമേൻ 35-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. യേശു കണ്ണുനീർ വാർത്തു. സ്വതം എന്റെയൊക്കെ ചെറുപ്പത്തില് ആമേൻ സ്വതം വാക്യം പഠിക്കുമ്പോഴത്തേനൊക്കെ ആമേൻ ഏറ്റവും പെട്ടെന്ന് പറയുന്ന വാക്യമാണ് യേശു കണ്ണുനീർ വാർത്തു. ജീസസ് വെപ്റ്റ്. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ചെറിയ വാക്യമാണെങ്കിലും അതൊരു വലിയ വിലയാ ദൈവമക്കളെ. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ ഒരൊറ്റ കണ്ണുനീരുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ജീവൻ തുടിക്കുന്ന കണ്ണുനീരാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുകയാണ് നിന്റെ ജീവിതത്തിലെ ഭാരം നീ വഹിക്കുന്ന ഭാരം നീ കരയുമ്പോൾ, നീ ഭാരം വഹിക്കുമ്പോൾ ആമേൻ ഒരു കരയുന്ന ഒരു കർത്താവ്, നീ വേദനിക്കുമ്പോൾ കരയുന്ന കർത്താവ്. ഹല്ലേലൂയ. ആമേൻ. ഈ കരച്ചിൽ എന്ന് പറയുന്നത് യേശു പൂർണ്ണ ദൈവം പൂർണ്ണ മനുഷ്യനും ആണെന്നുള്ളതിനൊരു തെളിവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. യേശു കണ്ണുനീർ വാർത്തു. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ സ്തോത്രം. അതിന് 31 വായിച്ചു, 38 തൊട്ട് വായിച്ചു. യേശു പിന്നെയും ഉള്ളം നൊന്ത് കല്ലറയ്ക്കലെത്തി. അത് ഒരു ഗുഹയായിരുന്നു. ഒരു കല്ലും അതിന്മേൽ വെച്ചിരുന്നു. കല്ല് നീക്കുവിനെന്ന് യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത, കർത്താവെ, നാറ്റം വച്ചു തുടങ്ങി, 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. യേശു അവളോട്, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് പറഞ്ഞു. സ്തോത്രം. ഇന്ന് രാത്രികാലം ദൈവമക്കളെ സ്തോത്രം, നമ്മുടെയും ജീവിതത്തിൽ ചില വിഷയങ്ങളുടെ മേൽ ആമേൻ സ്തോത്രം കല്ല് ഉരുട്ടി വെച്ചേക്കുന്ന വിഷയമുണ്ട്. ആമേൻ. നമ്മൾ തന്നെ വെച്ചതാ. ആമേൻ. യഹൂദന്മാർ തന്നെയാണ് ആമേൻ യാസറിനെ കൊണ്ട് അടക്കിയതും ആമേൻ കല്ല് വെച്ചതും എല്ലാം. യേശു അവരോട് പറയുന്നുണ്ട് ഹല്ലേലൂയ, കല്ല് ഉരുട്ടി മാറ്റി. ഹല്ലേലൂയ. വെച്ചവനെ കൊണ്ട് തന്നെ കല്ല് മാറ്റിക്കുന്ന ഒരു കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ നീ ഉയർക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് ആമേൻ നീ ആമേൻ ഹല്ലേലൂയ നിന്റെ നാറ്റം വെച്ച വിഷയങ്ങളുടെ മധ്യേ ആമേൻ സ്തോത്രം നീ ഒരിക്കലും ഉയർക്കില്ലെന്ന് മറ്റുള്ളവർ ചിന്തിരിക്കുമ്പോൾ ആമേൻ സ്തോത്രം യേശു പറയുകയാണ് ആമേൻ കല്ലുരുട്ടി മാറ്റാൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ചില വിഷയങ്ങൾ കല്ലുകൊണ്ട് അടച്ചിരിക്കുന്ന വിഷയങ്ങളായിരിക്കാം. ആമേൻ. ഇവിടെ യേശു വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി കർത്താവ് പറയാണ് കല്ലുരുട്ടി മാറ്റുവിൻ. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിലെ മുമ്പോട്ടുള്ള യാത്രയ്ക്ക് ആമേൻ നിന്റെ ആരോഗ്യത്തിനെതിരായി, നിന്റെ നന്മയ്ക്കെതിരായി, നിന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനെതിരായി, ആമേൻ നിന്റെ സന്തോഷത്തിനെതിരായി, നിന്റെ സമാധാനത്തിനെതിരായി, നിന്റെ ഉയർച്ചയ്ക്കെതിരായി, ഹല്ലേലൂയ നിന്റെ ഉയർപ്പിനെതിരായി ആമേൻ തടഞ്ഞു വെച്ചേക്കുന്ന ചില കല്ലുകളെ കർത്താവ് ഇന്ന് രാത്രികാലം പറയുകയാണ്
ആമേൻ സ്തോത്രം ഉരുട്ടി മാറ്റുവീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം സ്തോത്രം. ഇന്ന് രാത്രികാലം ദൈവമക്കളെ സ്തോത്രം വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ. ഇവിടെ കടന്നു വന്ന ഒരു ആ കൂടിയിരിക്കുന്ന ഒരൊറ്റ ഒരു വ്യക്തികൾ പോലും ആമേൻ ജീവിതത്തിൽ പോലും ചിന്തിച്ചില്ല. ഹല്ലേലൂയ. ആമേൻ ലാസർ ഉയർക്കുമെന്ന്. എന്നാൽ ആമേൻ സ്തോത്രം അന്ന് യേശു ഇങ്ങനെ പറഞ്ഞു, ഹല്ലേലൂയ, ലാസറെ പുറത്തു വരുക. ഹല്ലേലൂയ. യേശുവിന്റെ വാക്കിന് മുമ്പിൽ ആമേൻ സ്തോത്രം ലാസർ പുറത്തു വന്നു. ഹല്ലേലൂയ. എങ്കിൽ സ്തോത്രം ഇന്ന് രാത്രികാലം മരിച്ച ചില വിഷയങ്ങളുടെ മേൽ, ആമേൻ നാറ്റം വെച്ച ചില വിഷയങ്ങളുടെ മേൽ, ആമേൻ സ്തോത്രം മാറ്റി നിർത്തിയ ചില വിഷയങ്ങളുടെ മേൽ, ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, അഡ്രസ് നഷ്ടപ്പെട്ട വിഷയങ്ങളുടെ മേൽ നിനക്ക് ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ നിനക്ക് വിലയില്ലായിരിക്കാം, നിന്റെ ഭവനത്തിൽ, നിന്റെ കൂട്ടായ്മയിൽ നിനക്ക് വിലയില്ലായിരിക്കാം. ഹല്ലേലൂയ. ഒരുപക്ഷെ നീ മൂന്നാമതായിട്ടായിരിക്കും, നാലാമതായിരിക്കും, ഏറ്റവും ലാസ്റ്റ് ആയിട്ടായിരിക്കാം നീ അറിയപ്പെടുന്നതെങ്കിലും ഹല്ലേലൂയ, ആമേൻ അതിനെയൊക്കെ മാറ്റുവാൻ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഇതിനെയൊക്കെ ആമേൻ ഉയർപ്പിന് തടസ്സമായി, ഉയർച്ചയ്ക്ക് തടസ്സമായി, ആമേൻ നന്മയ്ക്ക് തടസ്സമായി, അനുഗ്രഹത്തിന് തടസ്സമായിരിക്കുന്ന ചില കല്ലുകളെ ഇന്ന് രാത്രി മാറ്റുവാൻ നീ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ, ലാസർ ഉയർക്കും. ഹല്ലേലൂയ. ആമേൻ ലാസർ ഉയർക്കും. ഹല്ലേലൂയ. ലാസർ ഒരിക്കലും ഹല്ലേലൂയ ആമേൻ മൂന്നാമനായി കാണപ്പെടേണ്ടതല്ല. ലാസർ ഒരിക്കലും അഡ്രസ് ഇല്ലാത്തവനായി കാണപ്പെടേണ്ടതല്ല. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ ലാസർ ഒരിക്കലും നാറ്റം വെച്ചവനായി കാണേണ്ടവനല്ല. ആമേൻ ലാസറിനെ കാണുന്നവരൊക്കെ ഓടി ഒളിക്കുമ്പോൾ ആമേൻ സ്തോത്രം യേശു കല്ലറക്കിലെത്തി ഇങ്ങനെ പറഞ്ഞു, ഹല്ലേലൂയ, ലാസറെ പുറത്തു വരുക. ആമേൻ സ്തോത്രം. ഇന്ന് രാത്രികാലം ആമേൻ നിന്റെ വിഷയങ്ങളെ നോക്കി ഹല്ലേലൂയ യേശു പറയുകയാണ്, ആമേൻ ലാസറെ പുറത്തു വരുക. നിന്റെ മരിച്ച വിഷയങ്ങളെ നോക്കി ആമേൻ ഒരിക്കലും ആമേൻ ഈ രോഗം മാറത്തില്ല, ഒരിക്കലും നീ ഉയർക്കത്തില്ല, ഒരിക്കലും നിന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തില്ല എന്നുള്ള ശാപവാക്കുകൾ കിടക്കുമ്പോൾ യേശു പറയുകയാണ്, ലാസറെ നീ പുറത്തു വരുവീൻ. രാത്രികാലം പുറത്തു വരുവീൻ, പുറത്തു വരീൻ, പുറത്തു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ ആമേൻ സ്തോത്രം. ലാസറിനെ അടക്കുവാൻ ആമേൻ ഒത്തിരി വ്യക്തികൾ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആ ദേശം മുഴുവനും വന്നു കൂടിയെന്നിരിക്കാം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം ഹല്ലേലൂയ കല്ലറക്കൽ വന്നപ്പോൾ ആമേൻ സഹോദരിമാരും ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഹല്ലേലൂയ വേണ്ടപ്പെട്ടവരും മാത്രം ഉണ്ടായിരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം യേശു പറയുകയാണ്, ലാസർ നീ പുറത്തു വരുക. ആമേൻ ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നിങ്ങളുടെ ജീവിതത്തിൽ ആമേൻ ആമേൻ സ്വതം ഇതെങ്ങനെ ആയിത്തീരും, എന്നെ കൊണ്ട് കഴിയത്തില്ല ആമേൻ എന്ന് ഏതെങ്കിലും വിഷയം നിങ്ങൾ ആമേൻ സ്വതം അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ ആമേൻ ഈ വചനം അയക്കുകയാണ്. വിശ്വസിച്ചാൽ ഇന്ന് രാത്രികാലം വിശ്വസിച്ചാൽ ദൈവ മഹത്വം കാണുന്ന ഒരു രാത്രികാലമാണ്. ആമേൻ സ്തോത്രം. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. നിന്റെ ജീവിതത്തിൽ ദൈവ മഹത്വം വെളിപ്പെടുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ ഹല്ലേലൂയ ആമേൻ ജീവിതത്തിൽ തകർന്നു പോയ നമ്മുടെ ആമേൻ വ്യക്തിത്വത്തെ ദൈവ മഹത്വം വരുമ്പോൾ ആമേൻ മാറ്റം സംഭവിക്കുന്ന മക്കളെ. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. ജീവിതത്തിൽ തകർന്നു പോയ ബന്ധിക്കപ്പെട്ട ആമേൻ ആമേൻ നമ്മുടെ വ്യക്തിത്വത്തെ ദൈവ മഹത്വം വരുമ്പോൾ ഹല്ലേലൂയ ആമേൻ മാറ്റം സംഭവിക്കുന്നു. യെസ്, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ കർത്താവ് ഇന്ന് രാത്രികാലം ഓരോ വ്യക്തികളൊന്ന് പ്രാർത്ഥിച്ചാണ്, കർത്താവേ എന്റെ ജീവിതത്തിൽ നിന്റെ മഹത്വം വെളിപ്പെടണം, എന്റെ ജോലിമേൽ നിന്റെ മഹത്വം വെളിപ്പെടണം, എന്റെ കുടുംബ ജീവിതത്തിൽ ആമേൻ ആമേൻ ദൈവ മഹത്വം വെളിപ്പെടണം, എന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവ മഹത്വം വെളിപ്പെടണം. ഹല്ലേലൂയ. എന്റെ രോഗത്തിന്മേൽ ദൈവ മഹത്വം വെളിപ്പെടണം. ഹല്ലേലൂയ. ആമേൻ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. Hallelujah, hallelujah, hallelujah. Amen. So hallelujah. Ribakama Ramshana Jagasia. Amen. So hallelujah. Amen. Glory of God can change your affected. Hallelujah. Amen. So the personality, praise the Lord. Hallelujah. Amen. So the personality മാറ്റുവാൻ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. ആമേൻ. ദൈവ മഹത്വം നിന്നിൽ വെളിപ്പെടുമ്പോൾ ഹല്ലേലൂയ നിന്റെ പേഴ്സണാലിറ്റി തന്നെ മാറും. Praise the Lord. Hallelujah. Stotram, 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 stotram.
എല്ലാരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. കർത്താവേ, ആമേൻ, എന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ, ആമേൻ, ഈ ലാസറിനെ പോലെ ആമേൻ ചില അവസ്ഥകൾ കൂടി ഞാനും കടന്നുപോയി. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഞാൻ അറിയപ്പെടേണ്ട സ്ഥാനത്ത് ഹല്ലേലൂയ മറ്റുള്ളവരാണ് എനിക്ക് വേണ്ടി അറിയപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഒരു മാറ്റപ്പെട്ട അവസ്ഥയിലായി ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, കല്ലറ എന്ന് പറയുന്ന ഒറ്റപ്പെട്ട അവസ്ഥ. ആമേൻ. നീ ഒറ്റപ്പെട്ട അവസ്ഥയിലാണോ? ഹല്ലേലൂയ, ആമേൻ. ആമേൻ, കല്ലറ, ആമേൻ, ലാസർ ആയിരുന്ന കല്ലറ എന്ന് പറയുന്ന ഒരു ഗുഹയാ. ആ ഗുഹയ്ക്ക് അവൻ ഒറ്റയായിരുന്നു. ഹല്ലേലൂയ, ഒറ്റപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിൽ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നാറ്റം വെച്ച അവസ്ഥയിൽ ആരെങ്കിലും കടന്നു പോയിട്ടുണ്ടെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, കെട്ടപ്പെട്ട അവസ്ഥയിൽ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ദൈവമക്കളെ, ആമേൻ, നിന്റെ ജീവിതത്തിൽ ദൈവനാമം മഹത്വപ്പെടുമ്പോൾ, ആമേൻ, ദൈവ മഹത്വം വെളിപ്പെടുമ്പോൾ, ദൈവ മഹത്വം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, നീ ഉയർക്കും. ഹല്ലേലൂയ, നിനക്ക് ജീവൻ വെക്കും. ഹല്ലേലൂയ, നീ, ആമേൻ, മറ്റുള്ളവർ മാറ്റി നിർത്തിയ, ആമേൻ, സ്ഥലങ്ങളിൽ നിന്നും, മാറ്റി നിർത്തിയ അവസ്ഥകളിൽ നിന്നും നിന്നെ, ആമേൻ, പുറത്തു കൊണ്ടുവരുവാൻ കർത്താവിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ആമേൻ. ഞാൻ ഇന്ന് രാത്രികാലം പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ, ലാസറിന്റെ അവസ്ഥ ആർക്കെങ്കിലും ഇന്ന് രാത്രിയിൽ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് രാത്രികാലം ഒരു വിടുതൽ രാത്രികാലമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. 12-ാം അധ്യായം 1 മുതൽ 1 വായിച്ചാട്ടെ. 12-ാം ഈ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 1 വായിച്ചേ. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബെഥാനിയയിലേക്ക്. ഹല്ലേലൂയ. മതി വായിച്ചു. ഞാൻ സ്ലോയി വായിക്കണം. ഹല്ലേലൂയ. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ. ആമേൻ. 11-ാം അധ്യായത്തിൽ നമ്മൾ കണ്ട ലാസർ എന്തുവാ? ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, മരിച്ച ലാസർ. എന്നാൽ 12-ാം അധ്യായം വന്നപ്പോൾ, ആമേൻ, സ്തോത്രം, യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ. ഹല്ലേലൂയ, ആമേൻ. അതിന്റെ അടുത്ത് വായിക്കുമ്പോൾ ലാസർ പാർത്ത ബെഥാന്യ. ദൈവമക്കളെ, സ്തോത്രം, ഒരു ഉയർപ്പ് ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അഡ്രസ് ചേഞ്ച് ചെയ്യുകയാണ്. 11-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഇത് കാണുന്നത് മാർത്തയുടെയും മറിയുടെയും ഗ്രാമമായ ബെഥാനിയ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, അവിടെ ദീനമായി കിടക്കുന്ന ഒരു ലാസർ. എന്നാൽ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, 12-ാം അധ്യായം വന്നപ്പോൾ, ഹല്ലേലൂയ, യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബെഥാനിയ. ആമേൻ. നിന്റെ ജീവിതത്തിൽ, ആമേൻ, കർത്താവിന്റെ നാമം മഹത്വപ്പെടുമ്പോൾ, ഹല്ലേലൂയ, ദൈവമഹത്വം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ, ആമേൻ, സ്തോത്രം, നിന്റെ സ്ഥിതിയെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. നിന്റെ അഡ്രസ് ചേഞ്ച് ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. മറ്റുള്ളവർ പറഞ്ഞ രോഗിയായിരുന്ന, ആമേൻ, ലാസർ, ഹല്ലേലൂയ, ഇന്ന് ഉയർത്തെഴുന്നേൽക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. രണ്ടാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഹല്ലേലൂയ, 2-ാം വാക്യം. അവിടെ അവർ അവന് ഒരു അത്താഴം ഒരുക്കി. മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസറോ അവനോടുകൂടെ പന്തിയിലിരുന്നവരിൽ ഒരുവനായിരുന്നു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ തഴയപ്പെട്ട ലാസർ എന്ന് ആലോചിക്കേ. ആമേൻ, സ്തോത്രം, ഒറ്റപ്പെട്ട് കിടന്ന ലാസർ. ഹല്ലേലൂയ, ആമേൻ. 12-ാം അധ്യായം വന്നപ്പോൾ, ഹല്ലേലൂയ, അവർ അത്താഴം ഒരുക്കുമ്പോൾ പന്തിയിൽ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, പന്തിയിലിരിക്കുന്ന ലാസർ. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ, ഹല്ലേലൂയ, കർത്താവിന്റെ ഗ്ലോറി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, നിന്റെ സ്ഥിതിക്ക് മൊത്തമായിട്ട് കർത്താവ് മാറ്റം വരുത്തും. ആമേൻ, സ്തോത്രം, ആമേൻ. നിന്റെ സ്ഥിതിക്ക് മൊത്തമായി, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ദേശത്ത് ലാസർ ഒന്നാമനായി മാറുന്നു. ഹല്ലേലൂയ, അഡ്രസ് ചേഞ്ച് ആവുന്നു. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, മുഹമ്മദ് ഉയർത്ത ലാസർ, ജീവനുള്ള ലാസർ, ആമേൻ, പന്തിയിലിരിക്കുന്ന ലാസർ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. അതിനെ 3 വായിച്ചേ. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിന്റെ കാലിൽ പൂശി തന്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി. തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. ആമേൻ, സ്തോത്രം. ദൈവമക്കളെ, ആമേൻ, നമ്മൾ 11-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു ഒരു നാറ്റം വെച്ച ലാസർ. ആമേൻ, ആർക്കും അടുത്തുകൂടാതെ വണ്ണം,
ആമേൻ. ആരും അടുത്തു പോകത്തില്ല ലാസറിന്റെ അടുത്ത്. ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം, ഹല്ലേലൂയ, അവിടെ നോക്കി, ഹല്ലേലൂയ, ആമേൻ, തൈലത്തിന്റെ, ആമേൻ, സുഗന്ധവാസയുടെ മധ്യത്തിൽ ഉള്ള ലാസർ. ഹല്ലേലൂയ. ആമേൻ. ആ ഭവനം മൊത്തം സുഗന്ധം കൊണ്ട് നിറയുന്ന അതിന്റെ മധ്യത്തിൽ ഇരിക്കുന്ന ലാസർ. ഹല്ലേലൂയ. ആമേൻ. ഒന്ന് ചിന്തിച്ചു നോക്കി, നിന്റെ ജീവിതത്തിൽ, ആമേൻ, കർത്താവിന്റെ നാമം, ദൈവമഹത്വം വെളിപ്പെടുമ്പോൾ, ആമേൻ, സ്വന്തം, ആമേൻ, ആമേൻ, നിന്റെ സ്ഥിതിക്ക് മൊത്തമായിട്ടൊരു മാറ്റം വരും. സ്ഥിതിക്ക് മൊത്തമായിട്ട് മാറ്റം വരും. രാത്രികാലം നീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. രാത്രികാലം ആ മഹത്വം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിട്ടാ. ലാസറിന്റെ മേൽ ആമേൻ വ്യാപരിച്ചതായ ആ മഹത്വം, ലാസറിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടതായ മഹത്വം എന്റെ ജീവിതത്തിൽ ഒന്ന് വെളിപ്പെടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. എന്റെ ജീവിതത്തിൽ ഞാൻ അത് അനുഭവിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ആമേൻ. ആ മഹത്വം വെളിപ്പെടുമ്പോൾ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിലെ നാറ്റമറ്റ വിഷയങ്ങളെ ആമേൻ സുഗന്ധമാക്കി തീർക്കുവാൻ കർത്താവിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എത്ര നാറിയ വിഷയമാണെങ്കിലും, ഹല്ലേലൂയ, ഒരു മനുഷ്യനും അടുത്തുകൂടാൻ പറ്റാത്തതായ വിഷയമാണെങ്കിലും, ഹല്ലേലൂയ, ആമേൻ, ഇവിടെ ലാസറിനെ, ആമേൻ, സുഗന്ധവർഗത്തിന്റെ നടുവിലിരുത്തുവാൻ കർത്താവിന് കഴിഞ്ഞുവെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തുവാൻ കർത്താവിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇക്കമാന ഹംദുരാദന ഗഡഗസി റബൽ കടരഗദല ദനഗഡഗമനഗദുരി ദനഗാനകൾ കടരഗദല റീബൽ കടരഗദല ശാന്തരാദന ഗഡഗസിയ. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. റേഖബ റംഷിയ നദാനഗസിയ റേഖമാന ഹംദുരാദന ഗഡഗസി. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ മഹത്വം നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ, ഈ മഹത്വം നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പഴയ നിയമത്തിൽ, ആമേൻ, നമ്മൾ കാണുന്നത് ആണ്ടിൽ ഒരിക്കലാണ് ഈ മഹത്വം. ആമേൻ. ദൈവമഹത്വം പുരോഹിതന്മാർ മാത്രമാണ് ആണ്ടിൽ ഒരിക്കൽ ഈ മഹത്വം കണ്ടുകൊണ്ടിരുന്നത്. ആമേൻ. ആ മഹത്വമാണ്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ലാസറെ പുറത്തു വരാമെന്ന് പറഞ്ഞപ്പോൾ, ആമേൻ, ആ മഹത്വമാണ് അന്ന് അവിടെ, ആമേൻ, ലാസറിന്റെ മധ്യ ഇറങ്ങി വന്നത്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. 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 ആമേൻ. സ്തോത്രം. ആ മഹത്വം ആണ്ടിൽ ഒരിക്കൽ പുരോഹിതന്മാർക്ക് മാത്രം അനുഭവിക്കാവുന്ന ആ മഹത്വം അന്ന് യേശു കടന്നു വന്നപ്പോൾ ലാസറിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടുവെങ്കിൽ, ഇന്ന് രാത്രികാലം ദൈവമക്കളെ, ആ മഹത്വം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ, ആ മഹത്വം നിന്നിൽ ഇറങ്ങി വരുമ്പോൾ, ഹല്ലേലൂയ, നിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തുവാൻ, നീ അനുഭവിക്കുന്ന വേദനയ്ക്ക് മാറ്റം വരുത്തുവാൻ, നിന്റെ ജീവിതത്തെ മാറ്റം പിടിച്ച അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ, നിന്റെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തുവാൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, നിന്റെ ഒറ്റപ്പെടലുകൾക്ക് മാറ്റം വരുത്തുവാൻ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. ആ മഹത്വം ഒന്ന് വെളിപ്പെടുവാൻ വേണ്ടി ഇന്ന് രാത്രികാലം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഗ്ലോറി. ഹല്ലേലൂയ. 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 ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ. കൊലോസ്യർ 1:27 എന്റെ അവസാന വാക്യം. ഹല്ലേലൂയ. കൊലോസ്യർ, ആമേൻ, 1:27. റബബബ ശാന്തന ജഗസ്യ. ഈ മഹത്വമാണ് നമ്മുടെ മക്കളെ. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ആ മഹത്വമാണ്, ഹല്ലേലൂയ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. ഹല്ലേലൂയ. ആ ക്രിസ്തു എന്ന മഹത്വം നിന്നിൽ വെളിപ്പെടുമ്പോൾ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ, ആമേൻ, ലാസറിന് വന്നതായ ചേഞ്ചസ് നിന്റെ ജീവിതത്തിൽ വന്നിരിക്കും. യെസ്, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ഇന്ന് രാത്രികാലം ഒരു വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആമേൻ. ഉപവാസ പ്രാർത്ഥനയുടെ 3-ാം ദിവസമായി, ഹല്ലേലൂയ, നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ദൈവമഹത്വം വെളിപ്പെടാൻ പോവുകയാണ്. ദൈവമഹത്വം ഇറങ്ങാൻ പോവുകയാണ്. ഹല്ലേലൂയ. മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു നിന്നിൽ വസിക്കുന്നു. ആ മഹത്വത്തിന് നിന്റെ സ്ഥിതിയെ മാറ്റുവാൻ കഴിയും. ഹല്ലേലൂയ. നീ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. നീ വിശ്വസിച്ചാൽ മാത്രം മതി. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് ഇന്ന് രാത്രികാലം വിശ്വസിക്കുന്നു? ആമേൻ. ഹല്ലേലൂയ. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിൽ ഇരിക്കുന്നു എന്ന് വിശ്വസിച്ചാട്ടെ. ആമേൻ. ഹല്ലേലൂയ. എന്നിൽ ക്രിസ്തു ഇരിക്കുന്നെങ്കിൽ ആ ക്രിസ്തുവിന്റെ മഹത്വം എന്നിൽ വെളിപ്പെടുമെന്നൊന്ന് വിശ്വസിച്ചാട്ടെ.
Praise the Lord, 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 praise the Lord. Rigamana Habdurada Negadasia, Rebel Kadaragadala Managadagasia, Rigamana Habtura Jagasi, hallelujah. Nidatikal Namal Sindi Panadiahi, Amen. So the hallelujah. Johanan Suses of hallelujah. Amen. So the Padana Madhyatil, Amen. So the Odi Lasser Namal Kandu, Amen. Pandana Madhyatil Kandanaman Lasser, hallelujah. Amen. So Deva Mahatam, Amen. Amen. Varna than Sessamula Lasser, Deva Mahatam Vardan Mumba Lasser. Amen. നീ ഇപ്പോൾ ഏത് അവസ്ഥയിലായിരിക്കുന്നു ഇപ്പോൾ? ഹല്ലേലൂയ. നമ്മൾ ഈ 2 അധ്യായം നമ്മൾ ചിന്തിപ്പാനിടയായിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. Glory, 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 glory. Praise the Lord. Hallelujah. Rabababamana, Thuradalabana, Arbadadagadaga, യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ഈ മഹത്വത്തിൽ വെളിപ്പെടണമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു എന്നിൽ ഇരിക്കുന്നുള്ള ആ മഹത്വം എന്നിൽ വെളിപ്പെടണമെന്ന്, എന്റെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും ആ മഹത്വം വെളിപ്പെടണമെന്ന് ഇന്ന് രാത്രിയിൽ ആര് പ്രാർത്ഥിക്കുന്നുവോ അവരുടെ മേൽ ആ മഹത്വം ഇന്ന് രാത്രികാലം വെളിപ്പെടും. Praise the Lord, praise the Lord, praise the Lord. Rekemana Haturada Negadagasi, Andarada Negadagasi, hallelujah, amen, so hallelujah, amen. Orubacha, ആരും വിചാരിച്ചില്ല, ആരും മനസ്സിൽ പോലും കരുതിയില്ല. ആമേൻ. 4-ാം ദിവസം ഉയർക്കുമെന്ന്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. നാട്ടം വെച്ച ലാസറിനെ ഉയർപ്പിപ്പാൻ ആമേൻ ആ മഹത്വത്തിന് കഴിഞ്ഞുവെങ്കിൽ ദൈവമക്കളെ നിന്റെ ജീവിതത്തിൽ ആമേൻ സ്വന്തം നാട്ടം വെച്ച വിഷയങ്ങളെ മാറ്റുവാൻ, ആമേൻ സുഗന്ധങ്ങളുടെ മധ്യത്തിൽ കൊണ്ടുവരുവാൻ, ആമേൻ സുഗന്ധമുള്ളതാക്കി തീർക്കുവാൻ, അനേക സൗരഭ്യവാസനയായി തീരുവാൻ ആമേൻ ആ മഹത്വത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. Shakamana Hapuradana Gadagamana Gaduri, Adabal Kadaragana, Regal Kadaraga, yes. Miraticala Mahatam Velapadian, Nindioro Megalagal, Nindioro Megalagal, hallelujah. Amen. So the Amahata Velapadian. Rabba Shakana Siana Turi, Rabel Kadaragadana, Buddha Ramdana, yes. Katave, Nanurich Pratiki and Katave, E Janatabella Mahata Velaparaname, Mahatam Velaparaname, Amen. Last of the Propertija, Mahutam Hallelujah, and the Lurical Pudogi and Mark, Amen. Velaparada Mahutam Hallelujah, Mahuta the Pratia Christu, and Velapad, Amen. Amen. Sabe, Amen. Yabedicate, ഇന്ന് രാത്രികാലം ഇവിടെ വ്യാപരിക്കട്ടെ. ആ മഹത്വം ഇവിടെ വെളിപ്പെട്ട് വരട്ടെ. ഞങ്ങൾ ഇവിടെ ആമേ ദൂരസ്ഥരായിരിക്കുന്നുവെങ്കിലും ഹല്ലേലൂയ, ആമേ സമീപസ്ഥരായി നീ കൂടെയുണ്ടല്ലോ കർത്താവേ. ഇന്ന് രാത്രികാലം ആമേ ഞങ്ങൾ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുകയാണ്. ഹല്ലേലൂയ. ലാസറിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടതായ മഹത്വം ആമേ ഇന്ന് രാത്രികാലം ഈ ജനങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരട്ടെ. Oh, Rishakamana, Thuria la Baba, Rekemana, that yes, വിശ്വസിച്ചോണ്ടിരുന്ന രാത്രികാലം വിശ്വസിക്കുന്നവർ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ ആമേൻ ദൈവത്തിന്റെ മഹത്വം കാണും. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. Oh, glory. Arthala Marthara Vediga Rakshala Mandala Jalaga, Udavarandala Tiga Varakshala Vartura Vediga Vedaganadi, Udabalamanaga Shavanagaramdala Higa Kanagattaraga. Yes, hallelujah. Chalikata, the Yoputanakari Paul, Katavena Partikian, each anateme, Amahatam Velapaname, Aringil, hallelujah. I'm here the English Janagando, Padapatundo, what Tapat the Avastagal Siva Telepavikindo. Amen. So the Batad wanted to do and Karialamanam. Amen. So hallelujah. Amen. നാട്ടം വെച്ച വിഷയമായാലും ആമേൻ സ്വതിന്റെ ജീവിതത്തിൽ ആമേൻ മഹത്വം വെളിപ്പെടുമ്പോൾ, ആ ഗ്ലോറി വെളിപ്പെടുമ്പോൾ, ദൈവത്തിന്റെ ഗ്ലോറി വെളിപ്പെടുമ്പോൾ നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ലാസറിനെ ആമേൻ സ്ഥിതിക്ക് മാറ്റം വരുത്തുമെങ്കിൽ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ എന്നെ ശ്രമിക്കുന്ന ദൈവജനമേ ആമേൻ നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. Oh, Shabala Panamana, Arbal Kadaragadala, Managadagamanagadudi, Udabala Managadasia, Lagatura, Kadaragadidi. Hallelujah. Amen. Glory of God can change our affected personality. Praise the Lord. Hallelujah. Amen. Hallelujah. Visosita, Nidayotin Mahutam Gano, hallelujah. Jigotel Tagarnovoya. Amen. Bendi Capadamana, Amen. So the Vectate, Deva Mahutam Velapodomo, Bam Bendi Capadagana, Television. ആമേൻ. ബന്ധിക്കപ്പെട്ട വ്യക്തിത്വമേ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ ഹല്ലേലൂയ ആമേൻ മാറ്റം സംഭവിക്കും. ഹല്ലേലൂയ.
ആമേൻ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ആ മഹത്വം വെളിപ്പെടരുത്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. റലദി അലമാ നഗന അൽബിരി അക്ഷസിയ ലംതിരി ഉർബൽ കടഗദന ധനകടകമനഗദുരി അടഗക്ഷസിയ ലഗംധന ധനകടഗസ്. യെസ്, ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് രാത്രികാലം ആമേൻ ഹല്ലേലൂയ 11-ാം അധ്യായം 12-ാം അധ്യായം നമ്മൾ ചിന്തിപ്പാനിടയായി. ദൈവമഹത്വം വെളിപ്പെടുന്നതിന് മുമ്പുള്ള ലാസർ. ഹല്ലേലൂയ. ദൈവമഹത്വം വെളിപ്പെട്ട ശേഷമുള്ള ലാസർ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ ലാസറിന്റെ പ്രയോറിറ്റി പ്രോബ്ലത്തെ കർത്താവ് ഇല്ലാതാക്കി. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ലാസറിന്റെ അഡ്രസ് ഇല്ലായ്മ കർത്താവിന് മാറ്റുവാൻ ഇടയാക്കി. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അന്യതാ ബോധം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ബഥാനി എന്ന ഗ്രാമത്തിന്റെ പേര് തന്നെ മാറ്റുവാൻ. ഓ ശബാബാബ. ദൈവമഹത്വം നിന്നിൽ വെളിപ്പെടുമ്പോൾ കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ പേരിൽ നിന്റെ ദേശം അറിയപ്പെടുവാൻ ഇടയത്തിനും. ഹല്ലേലൂയ. ദൈവമക്കളെ, അങ്ങനെ പല ദൈവദാസന്മാരുടെ പേരിൽ അറിയപ്പെടുന്ന ദേശങ്ങളുണ്ട്. ആമേൻ. ദൈവമഹത്വം വെളിപ്പെട്ട അനേക ദൈവദാസന്മാരുടെ പേരിൽ അറിയപ്പെടുന്ന സ്ട്രീറ്റുകളുണ്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ, ആമേൻ. നിന്റെ ജീവിതത്തിലും ആമേൻ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ ഹല്ലേലൂയ അഡ്രസ് മാറ്റുവാൻ. ഒരുപക്ഷെ ആരും അറിയാത്ത അഡ്രസ് ആയിരിക്കും. നിനക്ക് അഡ്രസ് തന്നെ ഇല്ലായിരിക്കാം. എന്നാൽ നിന്റെ ജീവിതത്തിൽ ആമേൻ മഹത്വം വെളിപ്പെടുമ്പോൾ, ദൈവ മഹത്വം വെളിപ്പെടുമ്പോൾ ഹല്ലേലൂയ നിനക്കൊരു അഡ്രസ് ഉണ്ടാകുവാനിടയായിത്തീരും. ആമേൻ. ഹല്ലേലൂയ. പലരും ആമേൻ അവൻ അങ്ങനാണ്, അവൻ മന്ദബുദ്ധിയ, ആമേൻ അവൻ രോഗിയ, ഹല്ലേലൂയ അവൻ മുടന്തന, അവൻ കണ്ണുപൊട്ടന, അവൻ ചെകിടന, ആമേൻ എന്നുള്ള ഒരു പേരൊക്കെ തന്ന് ആമേൻ നിന്നെ ഒറ്റപ്പെടുന്ന അവസ്ഥയുണ്ടല്ലോ. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ആമേൻ എത്ര വലിയ രോഗമാണെങ്കിലും യേശു കടന്നു വരും. ഹല്ലേലൂയ. യേശുവിനെ വിളിച്ചാൽ യേശു കടന്നു വരും. ഹല്ലേലൂയ. ഇവിടെ ലാസറിന്റെ ഭവനത്തിൽ ഹല്ലേലൂയ ഒരുപക്ഷെ ആമേൻ താമസിച്ചെന്ന് നിനക്ക് തോന്നിയാക്കാം. ഹല്ലേലൂയ. ഇല്ല ദൈവമക്കളെ, നിന്റെ ജീവിതത്തിൽ ആമേൻ താമസിച്ചിട്ടില്ല. ദൈവമഹത്വം വെളിപ്പെടേണ്ട സമയമാകുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. അതിനു വേണ്ടിയാണ് ഈ ഒരു ഉപവാസ പ്രാർത്ഥന. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ് ഈ ദൈവസഭയുടെ അടുത്ത ലെവലിലേക്ക്, അടുത്ത സ്റ്റെപ്പിലേക്ക് കയറാൻ വേണ്ടി ആമേൻ ദൈവാത്മാവിനാൽ ക്രമീകരിക്കപ്പെട്ട ആമേൻ ഒരു ഉപവാസ പ്രാർത്ഥന അത്. ഹല്ലേലൂയ. ആമേൻ തകർന്നു കിടക്കുന്ന ചില ജീവിതത്തിന് ആമേൻ എന്തിന് ജീവിക്കണം, എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന്, അടുത്ത സ്റ്റെപ്പ് എന്തെടുക്കണമെന്ന് അറിയാതിരിക്കുന്ന ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങളുണ്ടെങ്കിൽ ദൈവമക്കളെ സ്തോത്രം, ഈ വചനം ഹല്ലേലൂയ ഇന്നത്തെ വചനം നിന്റെ ജീവിതത്തിൽ ക്രിയ ചെയ്യും. ഹല്ലേലൂയ. നീ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. നിന്റെ ജീവിതത്തിൽ ആമേൻ ദൈവ മഹത്വം വെളിപ്പെടേണ്ട ദിവസങ്ങളായി മാറട്ടെ. ഓ റബാബ ശാന്തനാദനഗഡഗസിയ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. റകമാനന്തുരി റൈദൽ കടരഗദിരി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് ചിന്തിച്ചതായ വിഷയം നിങ്ങൾ ആരും മറന്നു പോകല്ല. ഹല്ലേലൂയ. ആമേൻ. ഒന്നും ഓർത്തില്ലെങ്കിലും ആമേൻ 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 ഈ ഒരു വാക്യം തന്നെ ആമേൻ നിങ്ങളുടെ ഉള്ളിൽ വെച്ചാട്ടെ. ആമേൻ ആമേൻ ആ വചനം ക്രിയ ചെയ്താട്ടെ. ആമേൻ. വിശ്വസിച്ച നീ ദൈവ മഹത്വം കാണും. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു എന്നിലിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്നിലിരിക്കുന്ന മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിന്റെ മഹത്വം നിന്നിൽ വെളിപ്പെടുമ്പോൾ നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. 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 നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ് ഈ വാസപ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്നത്തെ ഈ ദൈവിക ശുശ്രൂഷ, ഇന്നത്തെ ഈ വചന ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരേണ്ടത് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വകീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിന് വേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ സ്തോത്രം. ഉപവാസ പ്രാർത്ഥനയുടെ 3-ാം ദിവസമായ ആമേൻ ഇന്ന് കർത്താവേ ഞങ്ങളെ കേൾപ്പിച്ച ഈ ദൈവത്തിന്റെ ദൂതിന് മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ് കർത്താവേ. എനിക്കറിയത്തില്ല കർത്താവേ ഈ ജനത്തിന്റെ വേദന എന്തെന്ന്, ഇവരുടെ ഭാരം എന്തെന്ന്, ഇവരുടെ അവസ്ഥ എന്ന് എനിക്കറിയത്തില്ല. പരിശുദ്ധാത്മ ഇന്ന് രാത്രികാലം ഈ വചനം ശ്രമിച്ച ദൈവജനത്തിനുമേ ദൈവീ അത്ഭുതം നടക്കണമേ, ദൈവ കൃപ അവിടെ മേൽ വ്യാപരിക്കണമേ. ആമേൻ. ഇന്ന് കേട്ട വചനം ഹല്ലേലൂയ ആമേൻ ഇന്ന് കേട്ട ദൈവ മഹത്വം അവരുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അവരുടെ സ്ഥിതിയെ മാറ്റുന്ന മഹത്വം ഹല്ലേലൂയ, അവരുടെ രോഗത്തെ മാറ്റുന്ന, അവർക്ക് ആമേൻ മരിച്ച വിഷയങ്ങൾക്ക്
ജനങ്ങൾക്ക് ജീവൻ വെക്കുന്ന ആ മഹത്വം ഇന്ന് രാത്രികാലം ആ ജനത്തിന് മേൽ വെളിപ്പെടണമേ. അവിടെ നാട്ടം വെച്ച വിഷയങ്ങളുടെ മേൽ സുഗന്ധവർഗമായി തീരത്തക ആ മഹത്വം വെളിപ്പെടുവാൻ ഇന്ന് രാത്രികാലം ഞാൻ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഈ ദൈവസഭയെ, ആമേൻ, ദൈവദാസനെ, കുടുംബത്തെ, ഹല്ലേലൂയ, ആമേൻ, ദൈവസഭ ഓരോ വ്യക്തികളെയും ഞാൻ ആത്മാർത്ഥമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ആ ദൈവമഹത്വം, ഹല്ലേലൂയ, അവരുടെ ജീവിതത്തെ വെളിപ്പെടണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി ആമേൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിന്റെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. മക്കളെ, എന്നെ ശുശ്രൂഷയിലേക്ക് ശ്രമിച്ച കർത്താവ് ദാസന്റെ കുടുംബത്തോട് നന്ദി ഞാൻ അറിയിക്കുകയാണ്. എനിക്ക് പെട്ടെന്ന് ദുബൈക്ക് ഒന്ന് പോകേണ്ട സമയമായി. സ്തോത്രം. അതുകൊണ്ട് ഞാൻ ലീവ് ചെയ്യാണ്. തുടർന്നുള്ള സമയം കർത്താവ് ദാസ ക്രിസ്ത്യൻ കണ്ടിന്യൂ ചെയ്തു. Praise the Lord. Hallelujah.